അഡ്ലസ്മെന്റ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവ്യഗ്ന. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതേപോലെ തന്നെ റീസെൻ്റ്ലി ഞാൻ വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളൊരു ഒറ്റ ബ്രഷ് കൊണ്ട് എക്സ്ട്രീമായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്യാനുള്ളൊരു വീഡിയോ ഇട്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആക്രിലിക്കിലും എങ്ങനെ ചെയ്യാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ഡൗട്ട്സ്, നിങ്ങൾ മോസ്റ്റ്ലി ചോദിക്കുന്ന കുറച്ച് ഡൗട്ട്സ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ഡൗട്ട്സുകളും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലിൽ ഓൾറെഡി കുറേ വാട്ടർ കളർ പെയിൻറ്റിങ് ആക്രിലിക് പെയിൻറ്റിങ് ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അടിച്ചെങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. ഈ വീഡിയോ എന്തിനെ പറ്റിയാന്നുള്ളത് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു 4 പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റേൻ്റെ ആക്രിലിക് പെയിൻറ്റിങ് വെച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു ആക്രിലിക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുക, അതിന് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിനകത്തുള്ള ഒബ്ജക്റ്റിനെയും ബ്ലെൻഡ് ചെയ്യുക, ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലുള്ളത്. മൂന്നാമത്തെ വീഡിയോയിൽ പൂക്കളും ഫെതേഴ്സും, അതായത് ഒരു ബേർഡിൻ്റെ ഫെതർ എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്യാമെന്ന്. നാലാമത്തെ വീഡിയോ കൺക്ലൂഷൻ പോലെ നമ്മളൊരു പെയിൻറ്റിങ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 4 വീഡിയോസ്. അപ്പം ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ടു എൻഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു 4 പാർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പെയിൻറ്റ് നോർമലി ട്യൂബിൽ വാങ്ങും, അല്ലെങ്കിൽ ഇതുപോലത്തെ കൊച്ചു ബോട്ടിൽസിൽ വാങ്ങും. അപ്പോൾ ട്യൂബിൽ വാങ്ങുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ട്യൂബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാലറ്റിലേക്ക് കളർ എടുക്കാം. പക്ഷേ ഇങ്ങനത്തെ ബോട്ടിലിൻ്റെ കേസസിൽ ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രഷിനെ തന്നെ അതിൽ കുത്തിയിട്ടെടുക്കും. അപ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ബ്രഷിൻ്റെ ആ മെറ്റൽ പാർട്ട് മൊത്തം പെയിൻറ്റിലാവും. നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ കിടന്ന് ഡ്രൈ ആവും, എന്നിട്ട് ബ്രഷ് ഡാമേജ് ആവും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ബ്രഷിനെ ബോട്ടിലേക്ക് ഫുള്ളായിട്ട് ഇമേഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിപ്പ് ചെയ്തിട്ട് പെയിൻറ്റ് എടുക്കാതിരിക്കുക. ഇൻസ്റ്റഡ് നിങ്ങൾക്ക് പാലറ്റ് നൈഫ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പാലറ്റ് നൈഫ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോൺ അബ്സോർബൻ മീഡിയം എന്തെങ്കിലും അങ്ങനെ ചെറിയ എന്താ പറയുക ഫ്ലാറ്റായിട്ടുള്ള എന്തെങ്കിലും ബോട്ടിലേക്ക് ഇറങ്ങുന്ന പീസ് പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മാക്സിമം ബ്രഷിനെ ഈ ഡിപ്പിങ്ങിനെ ഒന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഡാമേജ് ആയ ബ്രഷിനെ ക്ലീൻ ആക്കാനുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഡാമേജ് ആയിട്ടുള്ള ബ്രഷുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ എങ്ങനെ നമ്മൾ ബ്രഷിന് ഡാമേജ് ആവാതെ സൂക്ഷിക്കാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക, പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കളർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആക്രിലിക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, നമ്മൾ വെള്ളം കൂട്ടി തന്നെയാണോ മിക്സ് ചെയ്യുന്നത്, അതോ റോ പെയിൻ്റ് ആയിട്ട് എടുത്ത് അടിക്കുകയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം യൂസ് ചെയ്തിട്ട് അടിക്കുകയാണോ, എങ്ങനെയാണ് എന്താണ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്രിലിക് ഒരു വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ വെള്ളം കൂട്ടി തന്നെ മിക്സ് ചെയ്യാം, നമുക്കൊരു പ്രശ്നവുമില്ല. വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് എന്ന് വെച്ചാൽ വെള്ളം കൂട്ടി മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ റീസെൻ്റ്ലി, അതായത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ടർ കളറിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ വാട്ടർ കളറിൻ്റെ വീഡിയോയിൽ വെള്ളം മിക്സ് ചെയ്യാൻ പറയുന്ന പോലെ അത്ര തന്നെ മിക്സ് ചെയ്യേണ്ട, നമുക്കൊരു സെമി പേസ്റ്റ് ഫോമിലാണ് പെയിൻറ്റിന് വേണ്ടത്. നമ്മൾ ട്യൂബിലെടുക്കുന്ന പെയിൻറ്റ് കുറച്ചും കട്ടിയുള്ളതായിരിക്കും, അതേസമയം ബോട്ടിലിൽ കിട്ടുന്ന പെയിൻറ്റ് കുറച്ചും കൂടി ലൂസായിരിക്കും. അപ്പം ഏത് ഇതിനകത്തുള്ള പെയിൻ്റാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ബോട്ടിലുള്ള പെയിൻ്റാണ് എടുത്തത്. അപ്പോൾ ബോട്ടിലുള്ള പെയിൻറ്റ് ഒരു സെമി പേസ്റ്റ് പോലത്തെ ഒരു ഇതാണ്. പക്ഷെ നമുക്ക് ചില ഏരിയാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി വെള്ളം കൂട്ടേണ്ടി വരും. അതേപോലെ നമ്മൾ വേറൊരു കളറിനെ ബ്ലെൻഡ് ചെയ്യണം, മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരിത്തിരി ഇട്ടോ പേരിനെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം യൂസ് ചെയ്യുക. ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാനിവിടെ ചെരിച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ചെരിച്ച് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒരുപാടായിട്ട് ഫ്ലോ ആവില്ല. നമ്മളിപ്പോൾ പാലറ്റിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കുന്നുള്ളൂ, ഒരു പേസ്റ്റ് ഫോമിലാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ പാലറ്റിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പാലറ്റിന് ചെരിച്ച് കഴിഞ്ഞാലും അത് ഫ്ലോ ആവില്ല. ആ ഒരു പൊസിഷനിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആക്രിലിക്കിൽ
നമ്മളൊരു തിക്ക് പേസ്റ്റ് ഭയങ്കര കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റിലാണ് അടിക്കുന്നത്. ബ്രഷിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രിലിക് വാട്ടർ കളർ പോലെ സ്മൂത്താക്കി അടിച്ചു കഴിഞ്ഞാൽ കളർ വരില്ല, നമുക്ക് തിക്ക് പേസ്റ്റ് അതിനെക്കൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പ്രഷർ യൂസ് ചെയ്തിട്ട് വേണം അടിക്കാൻ. അപ്പോൾ അടിക്കുമ്പം സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. നിങ്ങൾ നോക്കുക കളറുകൾ ബ്ലെൻഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനാണെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ല, ജസ്റ്റ് കുറച്ച് ലൈൻസോ അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ അങ്ങനെ തിന്നായിട്ടുള്ളതാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മാറും. അപ്പം നേരത്തേലും കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം, കുറച്ചും കൂടി ലൂസായിരിക്കണം പെയിൻറ്റ്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിന്നായിട്ടുള്ള ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പ്രഷർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അതായത് നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് വരയ്ക്കാൻ പറ്റണം. അപ്പോൾ ഫ്രീ ആയിട്ട് വരയ്ക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് കൺസിസ്റ്റൻസി എന്തായിരിക്കണം, കുറച്ച് ലൂസായിരിക്കണം, എന്നാലേ നമുക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം പെയിൻറ്റ് കൺസിസ്റ്റൻസി കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട്, അപ്പോൾ ഇപ്പോഴും വെള്ളം എടുക്കുമ്പോൾ നമ്മൾ പാലറ്റിനെ ചെരിച്ച് കഴിഞ്ഞാൽ പോലും ഇത് ഫ്ലോ ആവാൻ പാടില്ല കേട്ടോ. അത്രയും വെള്ളത്തിൻ്റെ നമുക്ക് ആവശ്യമില്ല ആക്രിലിക്കിൻ്റെ കാര്യത്തിൽ. അതേസമയം ഞാൻ മ്യൂറലിൻ്റെ തന്നെ ആക്രിലിക് കൊണ്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് വെള്ളം കൂടി മിക്സ് വെച്ചിട്ട് ചെയ്യാമെന്ന്. അതുപോലെ അല്ല നമ്മൾ നോർമൽ ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് എന്താ പറയുക, കുറച്ച് ഭയങ്കര പേലായി പോകും. അതിൻ്റെ അടിയിലുള്ള ക്യാൻവാസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പേപ്പറിലാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ പേപ്പർ നല്ലപോലെ കാണും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു റിസൾട്ട് അല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് നല്ല കംപ്ലീറ്റ്ലി ഫിൽഡും സ്മൂത്തും ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ആയി പോകരുത്. വെള്ളമായി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റായി പോവും, അതേപോലെ ഉള്ളിലെ മെറ്റീരിയലും കാണും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്യാനും നമുക്ക് ഈ ഫ്ലാറ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. അതായത് ഇപ്പം ക്ലൗഡ്സ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് വലിയ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബ്രഷ് കൊണ്ട് അടിക്കുന്ന പോലെ കുറച്ച് പ്രഷർ കൂട്ടി അടിക്കുക. ഡീറ്റെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രഷിനെ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട്, അതായത് അതിൻ്റെ സൈഡ് കോർണർ മാത്രം യൂസ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെറുതും വലുതിനെയും കിട്ടുന്നത്. ഇപ്പോൾ ക്ലൗഡ്സ് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കോട്ട്, ഇതിൻ്റെ ആക്രിലിക് പെയിൻറ്റിൻ്റെ ഫസ്റ്റ് കോട്ട് സെമി ഡ്രൈ ആയിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു വേറൊരു കോട്ട് അടിക്കുമ്പം എന്താവും, അടിയിലുള്ള പെയിൻറ്റുമായിട്ട് നെക്സ്റ്റ് ലെയറിലെ അടുത്ത ലെയറിലേക്ക് ഞാൻ കൊടുത്ത പെയിൻറ്റ് മിക്സ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലൗഡ് ആയതിനെക്കൊണ്ട് എന്തായാലും എനിക്ക് 2 ലെയർ കളർ വരണം. അപ്പോൾ അങ്ങനെ വരേണ്ടതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് ലെയർ മര്യാദയ്ക്ക് ഉണങ്ങാതെ രണ്ടാമത്തെ ലെയർ അടിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3ാമത്തെ ലെയറും കൂടി അടിച്ചെങ്കിൽ മാത്രമേ നമ്മളെ ക്ലൗഡിന് കുറച്ചും കൂടി ഡെഫിനിഷൻ ഉണ്ടാവുള്ളൂ. അതായത് പെയിൻറ്റ് കുറച്ചും കൂടി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്ത കോട്ടുകൾ മര്യാദയ്ക്ക് ഡ്രൈ ആവാണ്ട് വീണ്ടും ലെയർ അടിച്ചിട്ട് കാര്യമില്ല. കാരണം കളേഴ്സ് വീണ്ടും പഴയതുപോലെ ബ്ലെൻഡ് ആയി പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ലെയർ മര്യാദയ്ക്ക് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എവിഡൻ്റ് ആയി കണ്ട് അടുത്തൊരു ലെയറിന് അടിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലാറ്റ് ബ്രഷിന് നോക്കിയ പോലെ തന്നെ എങ്ങനെയാണ് റൗണ്ട് ബ്രഷിന് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ റൗണ്ട് ബ്രഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെയിൻറ്റ് കൺസിസ്റ്റൻസിയിലൊന്നും ഒരു ഡിഫറൻസ് ഇല്ല കേട്ടോ, അതൊക്കെ സെയിം തന്നെ. നമുക്ക് കുറച്ച് ബേസ് അടിക്കാൻ അല്ലെങ്കിൽ തിക്കായിട്ട് കിട്ടാൻ വേണ്ടി തിക്ക് പേസ്റ്റ് യൂസ് ചെയ്യുക. തിന്നായിട്ടുള്ള ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് മിക്സർ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ചെയ്യുക. അങ്ങനെ അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഇതും കൂടി കാണിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് തിക്ക് പേസ്റ്റ് അതിനെക്കൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട്, അതായത് വലിയ പ്രഷറൊന്നും ഇല്ലാണ്ട് വരച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് തെളിയില്ല. അതാ കാണില്ലേ, പേപ്പറിലേക്ക് പെയിൻറ്റ് വരുന്നില്ല. അതേസമയം കുറച്ചൊരു പ്രഷർ കൂട്ടിയിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ പെയിൻറ്റ് പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ആവുള്ളൂ. അത് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള പെയിൻ്റ് ആണെങ്കിൽ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആക്രിലിക് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രഷിനെ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കുക. കുറേ നേരം പെയിൻറ്റ് ബ്രഷിൽ വെച്ചിട്ട് ഡ്രൈ ആക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ പാലറ്റിൽ മിക്സ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഞാൻ ഒരുപാട് പെയിൻ്റ് ഒന്നും എടുത്തിട്ടല്ല മിക്സ് ചെയ്യുന്നത്, വളരെ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് എടുത്ത് മിക്സ് ചെയ്യുക. കാരണം ആക്രിലിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അതായത് നമ്മൾ ഒരുപാട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പിന് എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പെയിൻറ്റ് ഉണങ്ങിപ്പോവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചോറ് കഴിക്കാൻ പോയി വന്നതാണ്, പെയിൻറ്റ് ഉണങ്ങിപ്പോയി. കുറച്ചൊന്ന് ഡ്രൈ ആവാതെ ഉണ്ട്. അതൊന്ന് വെള്ളം കൂട്ടി മിക്സ് ചെയ്താൽ നമുക്ക് പക്ഷേ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെള്ളം കൂട്ടി മിക്സ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു തിക്നെസ് കിട്ടില്ല നമുക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ പെയിൻറ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെയിൻറ്റ് എടുക്കാതിരിക്കുക. നമുക്ക് വേണ്ട പെയിൻറ്റ് അന്നേരം കുറച്ചായിട്ട് എടുത്ത് വേണ്ടപ്പോൾ എടുക്കുക. ആ രീതിക്ക് നിങ്ങൾ മിക്സ് ചെയ്ത് പഠിക്കുക. പിന്നെ ഒന്ന് നിങ്ങൾ അറിയാതെ കുറേ എടുത്ത് മിക്സ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ പാലറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിലോ എന്തെങ്കിലും അടച്ച് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസം അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറേ പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോട്ടിലില്ലേ, ആക്രിലിക്കിനെ വാങ്ങുന്ന ചെറിയ കൊച്ചു ബോട്ടിൽസ് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുക. അതിനകത്തേക്ക് പെയിൻറ്റിനെ മാറ്റി വെക്കുക. നമ്മൾ മ്യൂറലിൻ്റെ ചെയ്തപ്പോൾ അതിനകത്തേക്കാണ് പെയിൻറ്റ് മിക്സ് ചെയ്ത് വെച്ചത് അതുപോലെ.
അപ്പോൾ അതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും പെയിൻറ്റ് യൂസ് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾ തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പം ജസ്റ്റ് റൗണ്ട് ബ്രഷും കൂടെ നിങ്ങൾക്കൊരു മൗണ്ടെയിൻ ചെയ്യുന്നതിന് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇതൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ നമ്മളൊരു ബേസ് കോട്ട് അടിക്കും. അതിന് ശേഷം അതിൻ്റെ സെക്കൻഡ് ലെയർ ഡീറ്റെയിലിംഗ് കൊടുക്കും. അതിന് ശേഷം തേർഡ് ലെയർ ഹൈലൈറ്റ് കൊടുക്കും. അത്രയേ ഉള്ളൂ ഒരു ആക്രിലിക് പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇത്. ഓക്കെ, പിന്നെ മൗണ്ടെയിൻ്റെ കണ്ടോ കളേഴ്സ് ചൂസ് ചെയ്തപ്പം ഞാൻ ഷെയ്ഡ് വരുന്നത്, അതായത് നമ്മൾ ലൈറ്റ് എങ്ങനെ വീഴുന്നു എന്നനുസരിച്ചാണ് ഈ ലൈറ്റും ഡാർക്കും എടുത്തത്. പിന്നെ ഈ മൗണ്ടെയിനിൽ ലൈറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് രണ്ടും കുറച്ച് ബ്രൈറ്റ് ആയിട്ടും റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന മൗണ്ടെയിൻ കുറച്ച് ഡാർക്ക് ആയിട്ട് നല്ല രീതിക്ക് ഡിപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കോട്ട് ബേസ് കോട്ട് പോലെയാണ് അടിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ കോട്ട് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മൾ ഡീറ്റെയിലിംഗ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് ബ്രഷിൻ്റെ മുകളിൽ ഡീറ്റെയിലിംഗ് പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം കൂട്ടി മിക്സ് ചെയ്തൊരു സെമി പേസ്റ്റ് ആയിട്ടുള്ളതിൽ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാര്യം നമ്മൾ ചെറിയ ചെറിയ സ്ട്രോക്സ് ഇട്ടിട്ടാണ് ഇനി ഡീറ്റെയിൽ ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി വെള്ളം കൂട്ടി മിക്സ് ചെയ്തിട്ട് വേണം ഡീറ്റെയിൽ ചെയ്യാൻ. ഇനി സപ്പോസ് ഇവിടെ ഞാൻ കുറേ വെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത്, അതായത് ഞാൻ പാലറ്റിനെ ചെരിക്കുമ്പോൾ അങ്ങനെ വെള്ളം ഫ്ലോ ആവുന്നുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ 2 ഷെയ്ഡിലാണ് വരുന്നത്. അപ്പം ഇത് വെച്ച് നമ്മൾ ഇത്ര വെള്ളം കൂട്ടിയിട്ട് ഡീറ്റെയിൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലെയർ അടിക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് എന്താണ്, നമ്മൾ കുറച്ചൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി എടുക്കുക. പേപ്പറിലും കൂടി ചെയ്യാനെ കൊണ്ട് തിക്ക് കൺസിസ്റ്റൻസി എടുത്തിട്ട് പേപ്പറിൻ്റെ അബ്സോർബിങ് ക്വാളിറ്റി അങ്ങോട്ട് പോക്കിക്കളയുക. അപ്പോൾ അങ്ങനെ പോക്കിക്കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലി ക്യാൻവാസ് ചെയ്യുന്ന പോലെ ഡീറ്റെയിൽ ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്കൊരു തേർഡ് ബ്രഷും കൂടി ഉണ്ട്, അതായത് നമ്മൾ ഡീറ്റെയിൽ ബ്രഷ്. അപ്പോൾ ഡീറ്റെയിൽ ബ്രഷ് ഞാൻ മറ്റേ നമ്മൾ വാട്ടർ കളറിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ വാഷിനൊന്നും യൂസ് ചെയ്യില്ല, വെറുതെ ഡീറ്റെയിലിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഭയങ്കര മൈന്യൂട്ടായിട്ട് തിന്നായിട്ടുള്ള ലൈൻ വരയ്ക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കേർവ്സ് വേണമെങ്കിൽ കേർവ്സ് വരയ്ക്കാം. അപ്പം ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ഒരുപാട് തിക്കാക്കണ്ട, നിങ്ങൾ കുറച്ച് നല്ല എന്താ പറയുക ഒരു സെമി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് വെള്ളമായി പോകണ്ട, ആ ബ്രഷ് നല്ലപോലെ പെയിൻറ്റിങ്ങനെ ഫ്ലോ ആവണം, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ആക്രിലിക്കിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തുണി ഇരിക്കട്ടെ. തുണി എന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് കഴുകി കഴിഞ്ഞിട്ട് തുണി തുടച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യാനും ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പെയിൻറ്റ് ഭയങ്കര ലൂസായി പോകും. ഇപ്പം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പെയിൻറ്റ് എടുത്ത് പിന്നെ വീണ്ടും കുറച്ചും കൂടി വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ കളിക്കുമ്പോഴേക്കും ഒരുപാട് പെയിൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ചാൻസ് വരുത്താതിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ബ്രഷിനെ കഴുകുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു തുണി എടുത്തിട്ട് ആ ബ്രഷിലെ വെള്ളം തുടച്ച് കളയാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും ബ്രഷിനെ എങ്ങനെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ ഈ 2 വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.